ഹായ് ഹലോ വീണാസ് ഫാമിലിയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളായി ടൗണിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞു, റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. കുറച്ച് കാര്യം സർപ്രൈസ് ആണ്, പുറകെ കാണാം കേട്ടോ. എല്ലാവരും കൂടി അപ്പോൾ നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞു. മോനുണ്ട്, അനിയായിട്ട് ഇത് കാണുന്നില്ല അവള്. നമ്മളെല്ലാവരും റെഡിയായി ഇപ്പോൾ ഇറങ്ങുവാണ് കേട്ടോ. നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അനിയേട്ടനും മക്കളും കൂടെ ഇങ്ങെത്തി. ഞാൻ മെല്ലെ പോകുവാണ്, എനിക്ക് അത്രയും സ്പീഡിൽ പോകാനാവില്ല. അവർ അനിയുടെ പോകുന്ന അത്രയും സ്പീഡിൽ എനിക്ക് പോകാനാവില്ല. മോനും ഓടി ഓടി പോയിക്കോളും, പക്ഷേ എനിക്കാവില്ല. ഞാൻ മെല്ലെ പോവുകയാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യങ്ങളുണ്ട്. പറ്റണമെന്ന് അമ്പലത്തിൽ കയറണം, പിന്നെ നല്ല കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ചെറിയൊരു ജീവിതത്തിലൊരു സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അപ്പം അത് കാണിച്ചു തരാം, എന്താണെന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി കടയിലെത്തിയേക്കുവാണ് ഗൈസ്. അപ്പം നമ്മൾ കുഞ്ഞോട്ടിന് ഡ്രസ്സ് ഇട്ട് നോക്കുവാണ്. അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നി. അങ്ങനെ അതിനിട്ട് ഇട്ട് നോക്കുവാണ് കേട്ടോ. മക്കൾക്കുള്ള ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ളത് വാങ്ങിച്ചു കേട്ടോ. അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്ക്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വീടെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അവിടെ നിന്ന് നേരെ നമ്മൾ കടയിലോട്ട് വന്നു. അപ്പം ഭയങ്കര വിശപ്പ്, അപ്പം നമുക്ക് അവന് ഏട്ടൻ കടി വാങ്ങിച്ചു കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനടിക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ഒരു കാര്യം വെയിറ്റിങ്ങിലാണ്. ഒരു മണിക്കൂറോളം ആവുമെന്ന് പറഞ്ഞു. ബാക്കി അവിടെ പോയിട്ട് കാണിക്കട്ടെ, അതൊരു സസ്പെൻസാണ്. അപ്പം വന്നതിൽ ഒരു കാര്യം കഴിഞ്ഞു, ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കുകയെന്നായിരുന്നു ഒരു വിഷയം. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നമുക്കത് അവിടെ പോയിട്ട് കാണാം കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോയത് കേട്ടോ. അപ്പം ആ ഒരു സമയം കൊണ്ട് ഭക്ഷണം കഴിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അനിയേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും ഇതുമോനും വെയിറ്റിങ്ങിലാണ്. ഇതുമോൻ അനിയേട്ടനോട് നിന്ന് പപ്പടം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹോണ്ട ഷോറൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളൊരു ചെറിയൊരു വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഹോണ്ടേൻ്റെ തന്നെ ഷൈനായിരുന്നു വണ്ടി കേട്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വരുന്നത്. അപ്പം നമ്മൾ കയറി പോകുമ്പോൾ തന്നെ പിന്നെ നമ്മളെ വണ്ടി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയ പാടും കുറച്ച് നേരം വണ്ടിയൊക്കെ നോക്കി നമ്മൾ. ഇതാണ് വണ്ടി നമ്മളെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം വണ്ടീൻ്റെ നമ്പർ 4779 അങ്ങനെ വണ്ടിയെല്ലാം നോക്കി. അതിനിടയ്ക്ക് ഇതുമോനൊക്കെ ഭയങ്കര കളിയായിരുന്നു. അവിടെയുള്ള ബലൂണെല്ലാം എടുത്ത് നല്ല കളിയായിരുന്നു. കുഞ്ഞോട്ടനും കുറേ നേരം കളിച്ചു. പിന്നെ അവനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താക്കോൽ വാങ്ങിക്കുന്നൊരു ചടങ്ങായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞോട്ടനെ താഴെ ഇറങ്ങാൻ വേണ്ടി കളിക്കുവാണ്, ഭയങ്കര കളിയിലാണ് കുഞ്ഞോട്ടൻ. അങ്ങനെ നമ്മളത് വാങ്ങിച്ച് അത് കഴിഞ്ഞ് ഏട്ടനാണ് വണ്ടി എടുക്കുന്നത് കേട്ടോ. അനിയേട്ടൻ എടുത്തില്ല, അനിയേട്ടന് ചെറിയൊരു ടെൻഷൻ കാരണം വണ്ടി എടുത്തില്ല. ഏട്ടനാണ് വണ്ടി എടുത്തത്. അനിയേട്ടൻ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പം അത്രയ്ക്ക് അങ്ങ് ആയില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തില്ല വണ്ടി. ഏട്ടനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഇതുമോനും കയറിയിരുന്നു. അത് കഴിഞ്ഞ് മെല്ലെ അങ്ങ് പുറത്തേക്ക് ഇറക്കി. സന്തോഷം കൊണ്ട് നമുക്ക് വാക്കുകളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ വാക്കുകളൊന്നും. അങ്ങനെ ഏട്ടൻ മെല്ലെ പുറത്തേക്ക് വരുവാണ് ഗൈസ്. നമ്മളെ വണ്ടി കണ്ടില്ലേ, എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും അറിയിക്കുക കേട്ടോ. ഏതൊരു മുഖത്തെ ചിരി കണ്ടില്ലേ. അങ്ങനെ ഇത് കഴിഞ്ഞ് ഏട്ടനും മനിയേട്ടനും കൂടെ ബൈക്കിൽ അങ്ങ് പോയി, വീട്ടിലോട്ട് പോയി. ഞാൻ കുഞ്ഞുമോനും കൂടെ പിന്നെ ബസ്സിലാണ് പോയത് കേട്ടോ. നമ്മൾ വണ്ടിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ മലക്കാരി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഇപ്പം അതിന് താക്കോല് പൂജയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റിംഗ് ആണ്, ആവുന്നേ ഉള്ളൂ. ആണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 നമ്മൾ പോയത് പിന്നെ തോണിച്ചാലിൽ തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലായിരുന്നു, മലക്കാരി ക്ഷേത്രത്തിലായിരുന്നു ശിവൻ്റെ. അപ്പം അങ്ങനെ വണ്ടിയിൽ പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് ചന്ദനവും കുങ്കുമം വെച്ചിട്ട് ഫ്ലവർ വെക്കലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ വേറെയും കുറേ ചടങ്ങുകളുണ്ട്. എന്തോ ഓയ്. അപ്പം നമ്മൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളുള്ളത് കേട്ടോ. എന്താ പൊന്നാ, ഇങ്ങോട്ട് വാ.
അങ്ങനെ അനിയേട്ടനും ഏട്ടനും കൂടെ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഏട്ടന് കുറച്ച് തിരക്കുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം അവർ രണ്ടുപേരും അപ്പുറത്തുണ്ട്. ഞാനും മക്കളും അപ്പുറത്ത് നിന്ന് വണ്ടി കണ്ടുകൊണ്ട് പോച്ച് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാണ്. വണ്ടി കൊണ്ടുവന്ന കൈയോടെ തന്നെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൂജയെല്ലാം കഴിച്ച് പൂജിച്ച് കൊണ്ടുവന്നു. പിന്നെ എന്താ പറയുക, അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ രാവിലെ പോയതിന് ഉദ്ദേശം ഒന്ന് ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കുക, പിന്നെ വണ്ടീൻ്റെ ചാവി വാങ്ങിക്കുക, വണ്ടി കൊണ്ടുവരിക, അതൊക്കെയായിരുന്നു ഇന്നലത്തെ ഓണപ്പൂക്കിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്നലെ അതെല്ലാം എങ്ങനെ പറയുക, എല്ലാം സക്സസ് ആയിട്ട് അവസാനിച്ചു. പിന്നെ എന്താ പറയുക, ഞങ്ങൾ എത്തിയപ്പോഴേക്കും രാത്രി 7:30 പിന്നെ അതിൻ്റെ ബാക്കി വീഡിയോ അതിനുശേഷം എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അമ്പലത്തിൽ പോകുമ്പം 6 മണി, അമ്പലത്തിൽ ഇറങ്ങുമ്പോൾ ഏകദേശം 7:30 7:20 അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി എടുത്തില്ല. വീട്ടിൽ വന്നപ്പോഴൊക്കെ സമയമായിപ്പോയി. അപ്പം ഇന്ന് ഈ ഒരു സമയത്ത് കുഞ്ഞോട്ട് ഉറങ്ങുവാണ്. മോന് സ്കൂളിൽ പോയി, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി മേലേക്ക് പോയായിരുന്നു. ഞാൻ അനിയേട്ടനും കുട്ടീനെ കൊണ്ട് റോട്ടിലേക്ക് പോയായിരുന്നു. ഏകദേശം സെറ്റാണ്. നമുക്ക് ഇനി വണ്ടി ഓടിക്കുന്നതിൻ്റെ വീഡിയോ പുറകെ എടുക്കാം കേട്ടോ. ഒരു ലോങ് വീഡിയോ പുറകെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങളെന്ന് പറയാൻ കേട്ടോ. ഈ വണ്ടി വാങ്ങുന്ന കാര്യം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. അങ്ങനെ എത്ര കുറേ നമ്മൾ തീരുമാനിച്ചു. ആയിക്കോട്ടെ, എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു വണ്ടി വേണമെന്നുള്ള ചിന്ത നമ്മൾ എപ്പോഴാണ് വന്നത്? ഓൾറെഡി തന്നെ നമ്മൾ 2-3 മാസം മുന്നെയാ. ആയിക്കോട്ടെ, എന്നാലും ആയില്ല. ഞാൻ പറയട്ടെ, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് വണ്ടി വാങ്ങണം, നിങ്ങൾ വണ്ടി വേണ്ട, നമുക്ക് വണ്ടി വേണ്ട പറഞ്ഞ ആളല്ലേ നിങ്ങൾ? ആണോ? എന്നിട്ട് അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വണ്ടി വാങ്ങണം ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ സ്കൂട്ടി വാങ്ങേണ്ടതായിട്ട് തട്ടിപ്പോയത്. ഇപ്പോഴോ ശരിക്കും വണ്ടി വാങ്ങേണ്ട പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടേ നമ്മൾ വേണോ വേണ്ടതൊരു ചിന്ത ഉണ്ടായില്ലല്ലോ. വാങ്ങണോ ഒറ്റ തീരുമാനം ഉണ്ടായുള്ളൂ. അങ്ങനെയല്ലേ വാങ്ങിച്ചത്? വേണോ വേണ്ടതുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടായില്ലല്ലോ. അതല്ലേ പറഞ്ഞ ഞാനോ പെട്ടെന്ന് തന്നെയല്ലേ അത്. അല്ലാതെ നമുക്ക് വണ്ടി വാങ്ങിയാലോ എന്ന് ആലോചിച്ചായിരുന്നോ? ഇല്ലല്ലോ. നമുക്ക് വണ്ടി വാങ്ങണം എന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ എല്ലാ സ്ഥലത്തും. ഒന്ന് പോവാനായിട്ട് അവിടുന്ന് വണ്ടിയെല്ലാം വാങ്ങിച്ച് സെറ്റായി. പിന്നെ എന്താ പറയുക, ഇന്നലെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയപ്പം എനിക്കും അനിയേട്ടനും വാങ്ങിക്കാൻ പോയ കടയിൽ ഷോപ്പിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഭയങ്കര തിരക്കായിരുന്നു. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ തിരക്കാണ്. ഞാൻ ഫോണൊന്നും എടുത്ത് യൂസ് ചെയ്തില്ല അവിടെ നിന്ന്. പിന്നെ മക്കളുടെ കാര്യം പിന്നെ പറയണ്ട, അവർക്ക് തന്നെ എപ്പോഴും അവന് ഡ്രസ്സ് വാങ്ങിക്കണം എന്നുള്ളൊരു മൈൻഡ് വരുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരൊറ്റ ഷോപ്പിലേ പോകാറുള്ളൂ. പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വേറൊരു ഷോപ്പിൽ പോയി, പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല, സെലക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി എപ്പോഴും പോകുന്ന ഷോപ്പിലേക്ക് തന്നെ പോയി. അവിടെ പോയി നമുക്ക് വലിയ എല്ലാം എടുത്ത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇടുന്നത് ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് വേഗം ഇഷ്ടപ്പെടും. ഇന്നലെ അങ്ങനെ തന്നെ പോയിട്ട് ഇന്നത് വേണമെന്ന് പറഞ്ഞു, എടുത്തു തന്നു. ആ എടുത്ത ഫസ്റ്റ് ഡ്രസ്സ് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെടുത്തു. നമ്മളെ വേറെ ഓപ്ഷൻ ഇല്ല. ആ മക്കൾക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ വേറെ കടയിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു കടയിൽ പോയി തന്നെ എന്തായാലും നമ്മൾ എപ്പോഴും അവിടെ തന്നെ പോകാറുള്ളൂ. വേറെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാറില്ല. ഇപ്പം ഇത്രയൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങളെന്ന് പറയാൻ കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.